നമസ്കാരം. ശ്രീലങ്കയുടെ സദേൺ പ്രൊവിൻസിലെ ഗോൾ എന്ന സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. കൊളംബോ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഇവിടെ ട്രെയിൻ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇതാണ് ഗോൾ റെയിൽവേ സ്റ്റേഷൻ. ഗോൾ എന്നാണ് പേരെങ്കിലും തമിഴിൽ ഗാലി എന്നാണ്. ഞങ്ങളിവിടെ റൂമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ. ഇതൊരു ടെർമിനസ് സ്റ്റേഷനാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഈ റോഡ് വഴിയാണ് നേരെ നടന്ന് പോകാനുള്ളത്. ഇവിടുത്തെ ബസ് സ്റ്റാൻഡാണ് ഈ തൊട്ട് മുന്നിലായി കാണുന്നത്. അത് അത്യാവശ്യം വലിയൊരു ബസ് സ്റ്റേഷൻ തന്നെയാണത്. നല്ല റോഡുകളൊക്കെ തന്നെയാണ് ഇവിടെ. ഒരു ചെറിയൊരു കനാലുണ്ട് ഇതുവഴി. സമയം 6 മണിയോടടുത്തു. നമുക്ക് പെട്ടെന്ന് തന്നെ റൂമിന്റെ ഭാഗത്തോട്ട് പോവാം. സെൻട്രൽ ബസ് സ്റ്റാൻഡ് ഗോൾ. ബസ് സ്റ്റാൻഡിന്റെ മുൻഭാഗം വഴി നമുക്ക് നടക്കാം. ഇവിടുത്തെ ബസ്സുകളൊക്കെ നല്ല ലുക്കാണ്. പിന്നെ ഇവിടെ തന്നെയാണ് ക്രിക്കറ്റ് സ്റ്റേഡിയം ഉള്ളത്. അവിടത്തേക്ക് എന്തായാലും ഞങ്ങൾ ഇന്ന് ഈവനിങ് പോകുന്നില്ല. നാളെ മോർണിംഗ് മാത്രമേ പോകുന്നുള്ളൂ. അഗോഡ വഴിയാണ് ഞങ്ങളിവിടെ റൂം ബുക്ക് ചെയ്തത്. ബാക്ക് പാക്കർ ഹോസ്റ്റലാണ്. പേ ആറ്റ് ഹോട്ടലാണ് കൊടുത്തത്. ഇപ്പോൾ അവിടെ എത്തുമ്പം റൂമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇനി ഒരു 100 മീറ്ററും കൂടിയേ ഉള്ളൂ. നമ്മൾ ബുക്ക് ചെയ്ത പ്രോപ്പർട്ടീൻ്റെ ബോർഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വഴിയാണ് ഇനിയിപ്പോൾ. ഇവിടെ ഒരുപാട് പ്രോപ്പർട്ടികളുണ്ട്. നല്ല മരങ്ങളൊക്കെ ഉള്ള ഇതുവഴിയാണ് ഇനിയിപ്പോൾ പോകുന്നത്. ഇവിടെ ഒരുപാട് ബിൽഡിങ്ങുകൾ കാണുന്നുണ്ടല്ലോ. എന്തായാലും ബോർഡ് ഉണ്ടാവും. ഇതാ ഈ തൊട്ട് മുന്നിലുള്ള ഇതാണ്. അങ്ങനെ റൂമൊക്കെ കിട്ടി. ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ഡോർമെട്രി ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് കാണുന്നൊരു കാഴ്ച കണ്ട ചെറിയൊരു ബാൽക്കണി ഉണ്ട് ഇവിടെ. അതുവഴിയാണ് നടന്നു വന്നത്. ഈ ഭാഗത്ത് കൂടുതലും ഹോസ്റ്റലുകളാണുള്ളത്. ആ കാണുന്നതും അത് തന്നെയാണ്. രാത്രിയൊക്കെ വേണമെങ്കിൽ ഇവിടെയൊക്കെ വന്നിരുന്ന് ഓരോ വർക്കൊക്കെ ചെയ്യാനുണ്ടാവുകയും ചെയ്യാം. ഇത് ബഡ്ജറ്റ് റൂമാണ്. കണ്ടതാ ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്, ബഡ്ജറ്റ് റൂമാണ്. ചെറിയൊരു റൂമാണ്. ഇത്രയേ ഉള്ളൂ സൗകര്യം. നോൺ എ സി റൂമാണ്. ഇവിടെ ഒരു ഫാനുണ്ട്, ഇവിടെ ഒരു ഫാനുണ്ട്, ഇതാ ഇവിടെ ഒരു ഫാനുണ്ട്. പിന്നെ ചാർജിങ് പോയിൻ്റൊക്കെ ഇതാ അതിലാണ്. ഇവിടുത്തെ ഏറ്റവും കുറഞ്ഞ റേറ്റിലുള്ള ഒരു റൂമാണ് ഈ എടുത്തത്. ഗോയിബിബോ മേക്ക് മൈ ട്രിപ്പ് ഇതുവഴിയൊക്കെ നോക്കിയ സമയത്ത് ഇവിടെ നല്ല റേറ്റ് ആയിരുന്നു. പിന്നെയാണ് അഗോഡ വഴി നോക്കിയത്. അപ്പോഴാണ് ഈ ഒരു റേറ്റിൽ ഇവിടെ കിട്ടിയത്. ഗോൾഡിലേക്ക് നിങ്ങൾ വരുവാണെങ്കിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഈ പറയുന്ന നഗരത്തിലൊക്കെ ഉണ്ട് കേട്ടോ. പല ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങിയൊരു പ്രോപ്പർട്ടി കിട്ടിയത് ഇതാണ്. പക്ഷെ നമ്മൾ പൈസ കൊടുത്തതിന്റെ വെറുതെ നമുക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ അതെ കിട്ടുന്നില്ല. പിന്നെ അതുപോലെ തന്നെ പൈസ പറയണല്ലോ. ലങ്ക റുപ്പീസ് 4000 രൂപയാണ് ആയത്. നമ്മുടെ ഇന്ത്യൻ റുപ്പീസിലേക്ക് പറയുകയാണെങ്കിൽ ഏകദേശം 1100 പൈസ. 1100ന്റെ ഒരു റൂം ഉണ്ടോ എന്ന് ചോദിച്ചാൽ, കാരണം പ്രത്യേകിച്ച് കോമൺ ടോയ്ലറ്റും ബാത്റൂം കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ പുറത്താണുള്ളത്. ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഈ റൂമിന് ഒരു 500 അത്രേ വരുള്ളൂ. റൂമിൽ നിന്നൊക്കെ ഞങ്ങളിപ്പോൾ ടൗൺ ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണേ. സമയം 7 മണിയാവാനായി. പെട്ടെന്ന് തന്നെ ഒരു ഹോട്ടലിലേക്ക് പോവുകയാണ്. കാരണം ഇവിടെ വൈകും തോറും കടകളൊക്കെ പെട്ടെന്ന് തന്നെ അടക്കും. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തെത്തി. ഈ ഭാഗത്ത് നല്ലൊരു ഹോട്ടൽ നോക്കി കയറാം. ഈ ഭാഗത്തെ കടകൾ മുഴുവൻ അടച്ചു. അതായത് ഈ കാണുന്ന ഇവിടെയാണ് റെയിൽവേ സ്റ്റേഷൻ. ഇത് കുറച്ചും കൂടെ പോയി നോക്കാം. എന്താ അല്ലേ, ശ്രീലങ്കയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ടൗൺ ആണല്ലോ ഇത്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ടല്ലോ, ഹംഗ്രി റെസ്റ്റോറൻറ്റ്. ഞങ്ങൾ ഇവിടെ എത്തി. ദോശയും ഫിഷ് കറിയൊക്കെ വാങ്ങിക്കാനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അതൊന്നുമില്ല. ഇവിടെ ഫ്രൈഡ് റൈസും
ബിരിയാണി മാത്രമേ ഉള്ളൂ. 2 ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഓർഡർ ചെയ്ത ബിരിയാണി എത്തിയിരിക്കുകയാണ്. ഇത് പ്ലേറ്റ് അല്ല, ഇതൊരു മരത്തിൻ്റെ ഇതിലാണ്. എന്തായാലും വെറൈറ്റിയാണ്, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ കഴിക്കുന്നത്. പിന്നെ ഇവിടെ സാലഡൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ കഴിച്ചോ, സമയം കളയണ്ട. ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്ന് പറയണം. നാവി, വേറെ കാര്യമുണ്ട്, ആ സ്പൂണൊക്കെ എടുത്ത് മാറ്റും. നമുക്ക് സ്പൂണൊക്കെ വേണ. ചിക്കനൊക്കെ കഴിക്കേണ്ടതല്ലേ? എരിവുണ്ടോ? എരിവില്ല ഏതായാലും. പിന്നെ നമുക്കും കഴിക്കാം. ബിരിയാണി കഴിച്ചതിന് ശേഷം ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു ബേക്കറിയിലേക്ക് വന്നിരിക്കുകയാണ്. 2 കോൺ ഐസ്ക്രീം രാത്രി കഴിക്കാമെന്ന് കരുതി. അങ്ങനെ നടന്ന് റൂമിന്റെ ഭാഗത്തിന് തിരിച്ചെത്തി. നേരത്തെ കഴിച്ച ഫുഡിന്റെ കാര്യം പറയണല്ലോ. ശ്രീലങ്കയിൽ വന്നിട്ട് ചില സ്ഥലങ്ങളിൽ നല്ല എക്സ്പെൻസീവ് തോന്നുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ചെറിയ പൈസക്കൊക്കെ ഫുഡൊക്കെ കിട്ടുന്നത്. ഗാലിയിൽ വന്നിറങ്ങിയ സമയത്ത് മുതൽ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഇവിടെ നല്ല എക്സ്പെൻസീവ് ആണ്. ഇപ്പൊ റൂം എടുത്ത സമയം മുതൽ തന്നെ. അപ്പം അതിന്റെ പൈസ പറയുകയാണെങ്കിൽ 3190 ലങ്കൻ റുപ്പീസാണ് 2 പേർക്കും ബിരിയാണിക്കായത്. അപ്പോൾ അത് നമ്മുടെ ഇന്ത്യൻ മണിയിലേക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 900 രൂപ വരും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഒരു ബിരിയാണിക്ക് ഇന്ത്യൻ റുപ്പീസ് ഏകദേശം 450 രൂപ. നല്ല എക്സ്പെൻസീവ് അല്ലേ? അപ്പം ഫുഡിന്റെ ഒരു ടേസ്റ്റ് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല, ഫുഡിനെ കുറ്റം പറയുന്നില്ല, പക്ഷെ പൈസന്റെ കാര്യം മാത്രമാണ് പറയാ. അങ്ങനെ ലാസ്റ്റ് എന്താ പറയാ, നടന്നിട്ട് രാത്രിക്ക് വരുന്ന വഴിക്കുണ്ടല്ലോ, ആളൊന്നും തന്നെ ഇല്ല, കടകളൊക്കെ എന്താ പറയാ ക്ലോസ് ആണ്. ഇനിയിപ്പോ നമുക്ക് ഈ ഗാലിന്റെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ്. ഗോളിന്റെ രാവിലത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയൊരു സീബ്ര ലൈനൊക്കെ ഉണ്ട്. അത് നിയന്ത്രിക്കുന്നത് ഒരു കൊച്ചു കുട്ടിയാണ്. ഇതാ ഒരു സ്കൂൾ സ്റ്റുഡന്റ്. ഇതേ കാഴ്ച ഞങ്ങൾ ക്യാൻഡി എത്തിയ ഭാഗത്തും കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാം നിയന്ത്രിക്കുന്നത് അവനാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഞങ്ങളിപ്പോൾ നടന്നു പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ, അതായത് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉള്ള ഒരു ഭാഗത്തേക്കാണ്. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 300 മീറ്ററേ ഉള്ളൂ. രാവിലെ തന്നെ സ്കൂളിലേക്ക് പോകുന്ന ഒരു കൂട്ടം കുട്ടികളെ നമുക്ക് കാണാം. ഗോൾ റെയിൽവേ സ്റ്റേഷൻ അങ്ങ് അവിടെയാണ്. ഇവിടെയാണ് ബസ് സ്റ്റേഷൻ വരുന്നത്. അതിൻ്റെ ഈ ഭാഗത്താണ് ഗോൾ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. 1 ടീം 1 നേഷൻ. എത്ര രാജ്യാന്തര മത്സരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇന്ത്യയും ശ്രീലങ്കയുമായിട്ടുള്ള മത്സരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഇത്ര അടുത്താണ്. ഇതാ കുറച്ചും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ നമുക്ക് സ്റ്റേഡിയത്തിൻ്റെ അകംഭാഗം, ആ ഒരു പിച്ചൊക്കെ നമുക്കിതാ അവിടുന്ന് തന്നെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഫോർട്ട് ഉണ്ട്. ആ ഫോർട്ടിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ കിട്ടും. പക്ഷെ ഫോർട്ട് ഓപ്പൺ ആവാനുള്ള സമയമായിട്ടില്ല. ഇവിടുന്ന് കൊളംബോയിലേക്ക് ഡയറക്റ്റ് ബസ്സൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രിക്ക് ഒരുപാട് ബസ്സുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. സ്റ്റേഡിയത്തിന്റെ മെയിൻ ഗാലറിയൊക്കെ ഇവിടെയാണ്. പിന്നെ ഇതാ ഇവിടെ ആയാലും ഉണ്ട്. പിന്നെ ഇങ്ങ് തൊട്ട് മുന്നിലായാണ് ഫോർട്ട് ഉള്ളത്. ആ ഫോർട്ടിന്റെ മുകളിൽ കയറിയാലാണ് സ്റ്റേഡിയം നല്ല രീതിയിൽ കാണാൻ സാധിക്കുക. എന്നാലിത് ഇപ്പോൾ ഇതാ ഇത്രയും രീതിയിൽ തന്നെ നമുക്കിതൊക്കെ കാണാമല്ലോ. സ്റ്റേഡിയം അത്ര വലിയ സ്റ്റേഡിയം അല്ല, ഒരു ചെറിയ സ്റ്റേഡിയമാണിത്. ഗോൾ റെയിൽവേ സ്റ്റേഷനാണ് ആ കാണുന്നത്. ഇന്നലെ അവിടെ ട്രെയിൻ ഇറങ്ങി നേരെ ഇതുവഴിയാണ് റൂമിൻ്റെ ഭാഗത്തേക്ക് പോയത്. ഇനിയിപ്പോൾ ഇതുവഴി, അതായത് ഈ സ്റ്റേഡിയത്തിനോട് ചേർന്നുള്ള റോഡ് വഴി നടക്കാം. ഇവിടെ തന്നെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട്. ഈ റോഡും ഇങ്ങനെ സ്റ്റേഡിയത്തിന് ചുറ്റും വളഞ്ഞാണ് പോകുന്നത്. ഒരുപാട് ബസ്സുകൾ ഈ ഭാഗത്തുണ്ട്. ഇത് ഗവൺമെൻറ് ബസ്. ഇതുവഴിയൊക്കെ സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്തേക്ക് കയറിയിട്ട് പോവാം. ഫോർട്ട് 8 മണിക്ക് ശേഷം മാത്രമേ ഓപ്പൺ ആവുള്ളൂ. ഇപ്പോൾ 7:30 ആയതേ ഉള്ളൂ.
ഇതൊക്കെ ഓരോരോ ടൂറിസ്റ്റുകൾ വന്ന ബസ്സാണ്. ഗോളിന്ന് മത്താര എന്ന ഭാഗത്തേക്ക് പോകുന്ന ഒരു ബസ്സാണിത്. ഇവിടെ യാത്ര ചെയ്യുന്ന ഫോറിനേഴ്സിന് ഒരുവിധ ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താ അറിയോ, ബസ്സിൻ്റെ മുകളിൽ ഏറ്റവും മുകളിലുള്ള ഭാഷ സിംഹള, അത് കഴിഞ്ഞ് തമിഴ്, പിന്നെ ഇംഗ്ലീഷ് എല്ലായിടത്തും ഉണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഫോർട്ടിൻ്റെ അവിടെ കയറി നിന്നാൽ ഈ ഗ്രൗണ്ടിൻ്റെ വ്യൂ എങ്ങനെ കിട്ടുന്നു പിന്നെ പറയണ്ടല്ലോ. അങ്ങ് അവിടെ തന്നെയാണ് കടൽ തീരം ഉള്ളത്. ക്രിക്കറ്റ് ഉള്ള സമയത്ത് ജസ്റ്റ് ഇവിടെയൊക്കെ വന്ന് നിന്നാൽ മതി, എല്ലാ പ്ലേയേഴ്സിനെയും കാണാനായി സാധിക്കും. പക്ഷെ ആ സമയത്ത് ഇവിടുത്തെ സെക്യൂരിറ്റിയൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ വേറെ എന്തെങ്കിലും ബാരിക്കേഡുകളോ അങ്ങനെ എന്തെങ്കിലും വെക്കുമോന്നൊന്നും അറിയില്ലല്ലോ. എന്നാലും കുഴപ്പമില്ല. എന്നാലും ഇത് ആ ഒരു ഗാലറിയൊക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടുന്ന് കാണുന്നുണ്ട്. ഈ ഗോൾ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന്റെ ഗാലറികൾ അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ ബാക്കി ആൾക്കാരെ ഈ പിന്നെ കുറച്ചിങ്ങനെ ഒരു മൺതിട്ട പോലെ ഉണ്ട്, അവിടെ നല്ല പുല്ലൊക്കെയാണ്, അവിടെയും ഇരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതുള്ളത് അങ്ങ് ആ ഭാഗത്താണ്. ഇതേ ഇവിടെ എത്ര അടുത്താണ് ഗ്രൗണ്ട് നോക്കിയേ. നേരെ കാണുന്ന അവിടെയാണ് പിച്ചുള്ളത്. ശരിക്കും ഇവിടെ നിന്നാൽ മതി, ടിക്കറ്റ് എടുത്ത് ഗാലറിയിലേക്ക്, അതായത് സ്റ്റേഡിയത്തിന്റെ അകത്തേക്കൊന്നും കയറണ്ട. ഇവിടെ നിന്നാൽ തന്നെ എല്ലാ പ്ലേയേഴ്സിനെയും നമുക്ക് കാണാം. കാരണം നോക്കിയേ, ഏത് ഭാഗത്തേക്കും. കാരണം ബാറ്റൊക്കെ ചെയ്യുന്നത് ഇവിടെ നിന്നാണല്ലോ. ഇനി സ്റ്റേഡിയത്തിന്റെ നല്ലൊരു വ്യൂ ഫോർട്ടിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാം. ഇവിടെയാണ് ഫോർട്ട്. ഫോർട്ട് എന്തായാലും ഓപ്പൺ ആയിട്ടുണ്ടാവും. ഇതിലൂടെ റോഡും ഉണ്ട്. ഫോർട്ടിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ടിക്കറ്റ് ചാർജ് ഒന്നും ഇല്ല. നമുക്ക് ഏത് വഴി വേണമെങ്കിൽ നടക്കാം. അതിലൂടെയും നടക്കാം, ഇതിലൂടെയും നടക്കാം. ഇതിലൂടെ നടന്നാലാണ് ക്രിക്കറ്റ് സ്റ്റേഡിയം കാണാൻ പറ്റുക. നല്ല വെയിൽ വന്ന് തുടങ്ങി. ഇവിടെ നല്ല ചൂടാണ്. ഇന്നലെ രാത്രിക്ക് ചെറിയ തോതിൽ ഇവിടെ മഴയുണ്ടായിരുന്നു. ശ്രീലങ്കയുടെ കാര്യം പറയുവാനുണ്ടല്ലോ, കാലാവസ്ഥ പെട്ടെന്നായിരിക്കും മാറുന്നത്. നമ്മളിപ്പോൾ ഇവിടത്തേക്ക് വരുന്നതിന് മുന്നേ തന്നെ നമ്മളിങ്ങനെ നോക്കുമല്ലോ, ഗൂഗിളിൽ നോക്കും, ഇവിടുത്തെ വെതർ നോക്കും. പക്ഷെ അതൊന്നും ശരിയൊന്നും ആവണമെന്നില്ല, കാരണം പെട്ടെന്നാണ് മാറുന്നത്. അതുപോലെ തന്നെ നല്ല കാറ്റാണ് ഇവിടേക്ക് ഉള്ളത്. അതെല്ലാ ഭാഗത്തും അങ്ങനെ തന്നെയാണ്. കാറ്റ് വരുമ്പോൾ ഒരു ഒന്നൊന്നര കാറ്റും കൂടിയാണ്. കാലപ്പഴക്കം കാരണം കോട്ടയുടെ പല ഭാഗങ്ങളും തകർന്നത് നമുക്ക് കാണാനായി സാധിക്കും. ഇവിടെ മുകളിലേക്ക് കയറിക്കഴിഞ്ഞാൽ എന്താണ് വ്യൂ, അത് നമുക്ക് നോക്കണം. ഇനി ഈ ഒരു ചെറിയ ഭാഗത്തൂടെ സ്റ്റേഡിയത്തിൻ്റെ കാഴ്ച എങ്ങനെയാണെന്നത് നിങ്ങൾ തന്നെ കണ്ടോ. ഇതാണ് ഗോൾ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം. ശരിക്കും ഇവിടെ പോരെ, ക്രിക്കറ്റ് കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി അല്ലേ. ടിക്കറ്റ് കൊടുക്കണ്ട, അതായത് പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് കാണാം. ഇതെന്തായാലും ഒരു വെറൈറ്റി തന്നെയാണ് കേട്ടോ. ഇന്ത്യയിൽ എവിടെയും ഇങ്ങനെയില്ല, ഇത്രയും അടുത്ത്. അതായത് ഇത്രയും അടുത്ത് പറയുമ്പോൾ നോക്കിയേ, പിച്ച് പോലും അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. ആ കാര്യം പറയുമ്പോണ്ടല്ലേ, നമ്മൾ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ വേഴ്സസ് പാകിസ്ഥാൻ വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ട് ചെന്നൈ പോയിട്ടായിരുന്നു. നമ്മുടെ ചെന്നൈ ചിദംബരം സ്റ്റേഡിയം ഇല്ലേ, അപ്പം അതിന്റെ പിറകിലാണ് നമ്മുടെ ചെപ്പോക്ക് ലോക്കൽ സബർബൻ സ്റ്റേഷൻ വരുന്നത്. അതിന്റെ ഒരു ഭാഗമുണ്ട്. അവിടെ നിന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറുതായിട്ട് ചെന്നൈ ചിദംബരത്തിൽ ഒരു അത് ഇത്രയൊന്നും പറ്റൂല, എന്നാലും ചെറുതായിട്ട് വളരെ അതൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ ഇതങ്ങനെ, ഇത് പൂർണ്ണമായി നമ്മളിപ്പോ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലേക്ക് പോയി കഴിഞ്ഞാലും ഇതേപോലത്തെ ഒരു വ്യൂ നമുക്ക് കിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞാല് ഇതൊരു ഗാലറിയാന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം അത്രയും നല്ല വ്യൂ ആണ് സ്റ്റേഡിയത്തിന്റെ മെയിൻ. അതായത് ഈ പ്ലേയേഴ്സ് ഒക്കെ വന്നാൽ ഉണ്ടാവുക ഈ ഭാഗത്തല്ല ആയിരിക്കാം.
ആ മുന്നിൽ കാണുന്ന ഭാഗമില്ലേ ബസ് സ്റ്റാൻഡ്, അവിടെ നിന്നാണ് നേരത്തെ നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പിന്നെ ഇവിടെ ബാക്കിയുള്ള അതായത് പ്ലേയേഴ്സ് അല്ല, കാണികളൊക്കെ ഇവിടെ കുറച്ച് ആ ഒരു ഭാഗമില്ലേ, ഒരു തിട്ട പോലത്തെ ഭാഗം, അവിടേക്ക് ഇരിക്കാറുണ്ട്. കാരണം അത് നമ്മൾ ഈ ക്രിക്കറ്റ് കാണുന്ന സമയത്ത് തന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് ബീച്ചൊക്കെ ഉള്ളത്. നല്ല വെയിലാണ് അവിടെ. ഇപ്പം നമുക്ക് ആ ഭാഗത്തേക്കും കൂടെ പോവാം. ഗോൾ ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തെ കുറിച്ച് പറയുവാണെങ്കിൽ ഇത് മുമ്പേ ദ എസ്പ്ലനേഡ് എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായത്. ഇതിന്റെ ചരിത്രത്തിലേക്ക് വരുവാണെങ്കിൽ ആദ്യമായിട്ട് നടന്ന ടെസ്റ്റ് മത്സരം 1998 ശ്രീലങ്കയും ന്യൂസിലാൻഡും ആയിരുന്നു. അവസാന ടെസ്റ്റ് നടന്നത് ഇതേ വർഷം തന്നെ 2025 ശ്രീലങ്കയും ഓസ്ട്രേലിയയും തമ്മിൽ. നമുക്കിനി ഏകദിനത്തിലേക്ക് വരാം. ഏകദിനം നടന്നത് 1999 ശ്രീലങ്കയും ഓസ്ട്രേലിയയും ആയിരുന്നു. അവസാന ഏകദിനം നടന്നത് 2017 അതായത് ശ്രീലങ്കയും സിംബാബ്വേയും. പിന്നെ ഒരുപാട് എന്താ പറയുക ക്ലബ്ബുകളുടെ മാച്ചൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ 2012 ICC വേൾഡ് T20 ആതിഥേയത്വം വഹിച്ചത് ശ്രീലങ്ക എന്ന രാജ്യമാണ്. ഒരുപാട് സ്റ്റേഡിയത്തിൽ ഈ ശ്രീലങ്കയിൽ തന്നെ കൊളംബോ ഉണ്ട്, കാൻഡിയിലെ പല്ലക്കല എന്ന് പറഞ്ഞൊരു സ്റ്റേഡിയം ഉണ്ട്, ദാമ്പുള രാങ്കിരി ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട്, അതുപോലെ തന്നെ അമ്പന്തോട്ട എന്ന് പറഞ്ഞൊരു കുഞ്ഞ് സ്റ്റേഡിയം കൂടി ഉണ്ട്. അതിന് പുറമെ ഇവിടെയും മാച്ച് നടന്നിട്ടുണ്ട്. ശ്രീലങ്ക വേഴ്സ് എനിക്ക് തോന്നുന്നു സൗത്ത് ആഫ്രിക്ക എന്ന് തോന്നുന്നു ICC വേൾഡ് T20 2012 നടന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിന്റെ ഒരു ഹിസ്റ്ററി പറയണമല്ലോ. നമ്മുടെ മുത്തയ്യ മുരളീധരനെ അത്യാവശ്യം ക്രിക്കറ്റ് കാണുന്ന എല്ലാവർക്കും അറിയാമല്ലോ. ശ്രീലങ്കയിലത്തെ എക്കാലത്ത് മികച്ചൊരു ബൗളറാണ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ ടെസ്റ്റ് 2010 നടന്നത് ഇവിടെയാണ്. അത് ശ്രീലങ്ക വേഴ്സ് നമ്മുടെ രാജ്യത്തോടാണ് ഉണ്ടായത്. അതായത് 2010 ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക. അപ്പൊ അതില് നമ്മൾ 10 വിക്കറ്റിന് എന്താ പറയുക പരാജയപ്പെട്ടുണ്ടായി. ശ്രീലങ്കയാണ് ജയിച്ചത്. അതിൻ്റെ മാച്ചിൽ എന്താ പറയുക ആദ്യത്തെ വിക്കറ്റ് മുരളീധരൻ്റെ എടുത്ത വിക്കറ്റ് പറഞ്ഞാൽ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ വിക്കറ്റ് എടുത്തതിന് എനിക്കൊന്ന് സേവാഗൊക്കെ സെഞ്ചുറി അടിച്ച ഒരു മാച്ചായിരുന്നു. പക്ഷെ എന്താ പറയുക നിർഭാഗ്യവശാൽ നമ്മൾ തോറ്റു ആ ഒരു മത്സരത്തിൽ. അതിലത്തെ മാൻ ഓഫ് ദ മാച്ച് ആയത് ലസിത് മലിംഗയാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം. ശ്രീലങ്ക എന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്ന സംഘക്കാർ ഈ പറഞ്ഞ ലസിത് മലിംഗയൊക്കെയാണ്. ആ ലസിത് മലിംഗന്റെ നാട് കൂടിയാണ് ഈ പറഞ്ഞ ഗോൾ. അവിടെ നിന്നായിരുന്നു നേരത്തെ സ്റ്റേഡിയത്തിന്റെ വ്യൂ കണ്ടത്. ഇപ്പൊ ഇവിടെ എത്തി. ഇവിടുന്ന് കുറച്ചും കൂടെ ഉയരത്തിലായി. ഇനിയും കുറച്ചുകൂടെ ഉയരത്തിൽ പോകാനുണ്ട്. ഇവിടെയാണ് ഫോർട്ടിലെ ക്ലോക്ക് ടവർ ഉള്ളത്. ആ മുന്നിലേക്ക് കാണുന്ന വഴിയില്ലേ, അതാണ് ഏറ്റവും ഉയരം കൂടിയ ഭാഗം. ശ്രീലങ്ക ഫ്ലാഗ് കാണാം ഇവിടെ. ഇവിടെ നിന്ന് കയറിയാൽ സ്റ്റേഡിയത്തിന്റെ വ്യൂ എങ്ങനെയാണെന്ന് അറിയണം. ശരിക്കും നേരത്തെ നമ്മൾ പോയ ഭാഗമില്ലേ, അതാണ് ബെസ്റ്റ്. കാരണം അത്രയും ക്ലിയർ ആയിട്ട് അവിടെയാണ്. കാരണം അത് കറക്റ്റ് സെൻട്രൽ പോയിന്റ് ആണ്. ഇത് പറയുമ്പോൾ എത്രയോ ദൂരമായി, അതുപോലെ തന്നെ എത്രയോ ഹൈറ്റുമായി. കോട്ടയുടെ ഓരോ ഭാഗത്തും പീരങ്കികൾ നമുക്ക് കാണാം. രണ്ട് ഭാഗത്തും ഉണ്ട്. കടലിൻ്റെ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്നത് ഇവിടെ നിന്നാണ്. അങ്ങ് ദൂരത്തായി ഒരു കപ്പലിനെ കാണാം. അവിടെ തന്നെയാണ് ഉള്ളത്. ഈ ഫോർട്ടിനൊരു പ്രത്യേകതയുണ്ട്. ഈ ഫോർട്ട് വഴി നമുക്ക് അങ്ങ് നടക്കാം. അങ്ങ് അതുവഴിയൊക്കെ അങ്ങനെ പോവാം. നടക്കുവാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും. കാരണം ജോഗിങ്ങിനൊക്കെ പറ്റിയൊരു ഏരിയ ആണ്. കണ്ട, അതിലൂടെ ഒരുപാട് കൂടുതൽ പേരും ജോഗിങ്ങിനായി വന്നവരാണ്. ഇങ്ങനെ ഇതുവഴി നടന്നതാ. കടലിനോട് ചേർന്ന് തന്നെയാണ് ആ വഴികളും. ക്ലോക്ക് ടവറിൻ്റെ ഈ ഭാഗത്ത് നിന്ന് സ്റ്റേഡിയത്തിൻ്റെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. സെൻട്രൽ വ്യൂ കിട്ടുക അങ്ങ് അവിടെ നിന്നാലാണ്. പക്ഷെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് പിച്ച് വരെ കാണാം. ഇതാ ഇവിടെ അടുത്തായിട്ട് ഒരു മത്സരവും നടന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഒരു ഗ്രൗണ്ടിൻ്റെ കണ്ടീഷൻ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നുണ്ട്. ഇവിടെ ഒരു രാജ്യാന്തര മത്സരം നടക്കുമ്പം ഇവിടെ വന്ന് നിൽക്കണം, എന്നിട്ട് മാച്ച് കാണണം. കാരണം വെറുതെ ഇവിടെ പിന്നെ കാശ് കൊടുത്ത് ഇവിടെ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് കയറുന്നതിനെക്കാട്ടും നല്ലത് ഇവിടെ നിന്ന് കളി കാണുന്നതാണ്. കാരണം ഇവിടെ നമുക്ക് സൂം ചെയ്തിട്ട് പിന്നെ പ്ലേയേഴ്സിനൊക്കെ കാണാമല്ലോ. കാരണം അതിൽ കിട്ടുന്നതിനെക്കാട്ടും നല്ല വ്യൂ തന്നെയാണ് ഇവിടുന്ന് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കടലിൻ്റെ കാഴ്ച വരെ കിട്ടും. നേരത്തെ അവിടെ നിന്നതിനെക്കാട്ടും എത്രയോ ഹൈറ്റിലാണ് ഇപ്പം ഇവിടെ. ഒറ്റ വാക്കിൽ പറഞ്ഞ സ്റ്റേഡിയം മുഴുവനായി നമുക്ക് ഇവിടുന്ന് കാണാം.
ശ്രീലങ്ക എന്ന് പറയുന്നത് ഒരു ദ്വീപാണല്ലോ. ഈ ദ്വീപിലെ തന്നെ 16-ാം നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട ഒരു തുറമുഖമാണ് ഗോൾ. അതുപോലെ തന്നെ മൊറാക്കൻ സഞ്ചാരിയായ ഇബൻ ബത്തൂത്തയാണ് ഈ ഒരു നഗരത്തെ ഗാലി എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ചത്. ഈ പറയുന്ന നമ്മളെ ഗോൾ ഫോർട്ടൊക്കെ പണിതത് പോർച്ചുഗീസുകാരാണ്, അതായത് 1588. അതിനുശേഷം ഡച്ചുകാർ 1649 ഈ ഫോർട്ട് ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പോർച്ചുഗീസൻ, അതായത് അതുപോലുള്ള വാസ്തുവിദ്യയിൽ തന്നെയാണ് ഈ പറഞ്ഞ കോട്ട മൊത്തം പണിതിരിക്കുന്നത്. യുനെസ്കോന്റെ ലോക പൈതൃക പട്ടികയിലൊക്കെ ഇത് ഇടം നേടിയിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത കൂടെ ഈ ഒരു ഫോർട്ടിനുണ്ട്. അതായത് യൂറോപ്യൻ അധിനിവേശക്കാർ ഏഷ്യയിൽ പണിത ഏറ്റവും വലിയൊരു അവശേഷിക്കുന്ന കോട്ട കൂടിയാണ് ഗോൾ കോട്ട എന്ന് പറയുന്നത്. പക്ഷേ 2004 നമ്മുടെ ഇന്ത്യയിലടക്കം എന്താ പറയുക സുനാമി ബാധിച്ചിട്ടുണ്ട്. ആ സമയത്ത് ശ്രീലങ്ക നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംഭവിച്ച ഒരു ഭൂകമ്പത്തിന്റെ ഭാഗമാണല്ലോ ഇതൊക്കെ വന്നത്. അപ്പൊ ആ ഒരു സമയത്ത് ഈ കോട്ടയ്ക്ക് നല്ല രീതിയിൽ കേടുപാടുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. കോട്ടയുടെ ഭാഗത്ത് നിന്ന് ഇനിയിപ്പോ ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇനിയിപ്പോ സ്റ്റേഡിയത്തിന്റെ ഈ ഭാഗത്തുനിന്ന് നമുക്ക് മടങ്ങാം. നിരനിരയായി ഓട്ടോകളുണ്ട്, ടുക് ടുക്. ഇവിടെ നിന്നാലും കാണാം. ഇതിലൂടെ അങ്ങനെ വളഞ്ഞു പോയാൽ നമ്മൾ താമസിക്കുന്ന റൂമിന്റെ ഭാഗത്തേക്ക് എത്താം. ഒരുപാട് നേരം ഇവിടെ ചെലവഴിച്ചു. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. രാവിലെ ഇവിടേക്ക് വരുമ്പോൾ ഇത്ര ബസ്സുകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ബസ്സുകളുടെ എണ്ണത്തിൽ ഒരുപാട് കൂടുതലുണ്ട്. ഇനിയിപ്പോൾ അടുത്തൊരു പരിപാടി, ഇവിടെ ഏതെങ്കിലും നല്ലൊരു ഹോട്ടൽ നോക്കി രാവിലെ ഭക്ഷണം കഴിക്കണം. ആ ഭാഗത്തേക്കൊന്നും ഹോട്ടൽസ് ഇല്ല, ഇവിടെയാണ്. ഇതൊരു ബേക്കറിയാണ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ബസ് സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ ബസ് കയറി പോവാ ഇതുവഴിയാ. നമുക്ക് അങ്ങോട്ട് പോയാലോ? ആ, ഈ ഭാഗത്തേക്ക് തന്നെ പോവാം. ഇവിടെ ഉള്ളത് ഈ മറ്റേ ബർഗറും അങ്ങനത്തെ സാധനങ്ങളാണ് ഇവിടെ. ഇവിടെ ഫാമിലി റെസ്റ്റോറന്റ് ഉണ്ട്, പക്ഷെ അത് ക്ലോസ് ആണ്. ഇത് സിഡ്നി ഹോട്ടൽ ആൻഡ് ബാർ, അതൊന്നും ഇല്ല, നോർമൽ. ആ, ഇവിടെ ഒന്നുണ്ട്, ഇവിടെ കയറാം. ബസ് സ്റ്റാൻഡിന്റെ ഇവിടെ തന്നെ വേറൊരു ഹോട്ടലിലേക്ക് കയറി. നേരത്തെ ഒരു ഹോട്ടലിൽ കയറാൻ പോയി, പക്ഷെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രിക്ക് ഈ ഹോട്ടൽ ക്ലോസ് ആയിരുന്നു. എന്നിട്ടാണ് നമ്മൾ മറ്റേ ഹോട്ടലിലോട്ട് പോയത്. ഇവിടുന്ന് ഇടിയപ്പും ഫിഷ് കറിയും ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ടേസ്റ്റ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കണം. അങ്ങനെ ഇടിയപ്പം വന്നിരിക്കുകയാണേ. 6 പീസ് ഇടിയപ്പുണ്ട് ഒരാൾക്ക്. പിന്നെ ഇത് എന്തോ ആണ്. ഇതാ ഫിഷ് കറി ഇവിടെ വന്നിട്ടുണ്ട്, 3 പീസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇത് വേറെ എന്തോ ഒരു ഗ്രേവി ആണിത്, എല്ലാവരും അരച്ചിട്ടൊരിത്. പിന്നെ കഴിച്ചു തുടങ്ങിക്കോ. മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇത് നല്ല വലിയ മീൻ തന്നെയാണ്. പിന്നെ ഇത് ചമ്മന്തിയാണ്, ചമ്മന്തിയാണിത്. പിന്നെ ഇത് വേറെ ഏതോ ഒരു മീനിൻ്റെ ഒരു ഗ്രേവിയാണ്. ഗ്രേവി മാത്രമേ ഉള്ളൂ. അതിപ്പം നമ്മൾ സാധാരണ വാങ്ങുമ്പോൾ കിട്ടുന്ന പോലെ തന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഇടിയപ്പം പറഞ്ഞാൽ തന്നെ ഇടിയപ്പം തന്നെയാണ് പറഞ്ഞിട്ട്. അതിൻ്റെ പോലത്തെ ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു വലിപ്പം എന്ന് പറയാം. അങ്ങനെ ഒരുപാട് കൊണ്ട് തരും അവര്. അതിൽ കൂടുതൽ തരുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത്. 560 LKR, അതായത് ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ 160 രൂപ. രാവിലത്തെ ഫുഡ് കഴിച്ചതിനൊന്നും ഒരു പൈസ ആയില്ല. പിന്നെ ഞങ്ങളിതാ 1 ലിറ്ററിന്റെ ഒരു കുപ്പി വെള്ളവും കൂടെ വാങ്ങിച്ച്. ഇതിന് 100 രൂപയുള്ളൂ. പക്ഷെ നമ്മുടെ ആ ഹോം സ്റ്റേയിൽ എത്ര? 180. അവിടെ എക്സ്ട്രാ വാങ്ങിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടെ തന്നെ വാങ്ങിച്ച് പോകുന്നത്. അതായത് ഈ ബസ് സ്റ്റേഷന്റെ തൊട്ട് ഇവിടെ തന്നെയാണ് ഈ ഹോട്ടൽ. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്ക് വന്ന് തുടങ്ങിയത്. പിന്നെ നമ്മൾ രാവിലത്തെ ഫുഡിന് 160 രൂപ ഇന്ത്യൻ രൂപ ആയപ്പം അധികം ആയില്ല എന്ന് പറഞ്ഞിട്ട്. അത് അതുകൊണ്ടല്ല ഉദ്ദേശിച്ചത്. ഇവിടെ അത്യാവശ്യം ഫുഡ് കഴിക്കണമെങ്കിൽ നല്ല എക്സ്പെൻസീവ് ആവുന്നുണ്ട്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഇത് ചെറിയ പൈസയാണ്. ഇന്നലെ നല്ല റേറ്റ് ആയല്ലോ ബിരിയാണിക്ക്. ഈ കട ഇന്നലെ തുറന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കയറിയാൽ മതിയായിരുന്നു. ഇവിടെ നിന്ന് നമുക്ക് ഒരു പാക്കറ്റ് കടല വാങ്ങിക്കാം.
റൂം എത്തിയ ശേഷം എവിടെ നിന്ന് കഴിക്കാം? ഇവിടെ KFC ഉണ്ട്, അതിവിടെയാണ്. ഞങ്ങൾ നേരെ റൂമുള്ള ഭാഗത്തേക്ക് പോവുകയാണ്. പീപ്പിൾസ് ബാങ്ക്. ഇന്നലെ രാത്രിക്ക് ഫുഡ് കഴിക്കാൻ വരുന്ന സമയത്തൊക്കെ ഇവിടെയൊക്കെ തെരുവട്ടികളുണ്ടായിരുന്നു ഒരുപാട്. ഞങ്ങളടുത്ത പ്രോപ്പർട്ടിയിൽ ഒരു ചെറിയൊരു ബോർഡ് ഉണ്ട്. അതായത് ഈ ഗോളിൽ നിന്ന് പുറപ്പെടുന്ന ട്രെയിനിൻ്റെയും അതുപോലെ തന്നെ ബസ്സുകളുടെയും സമയമാണ് കാണിക്കുന്നത്. കൊളംബോയിലൊക്കെ പോകുന്ന സമയം കൃത്യമായ രീതിയിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഹൈവേ ബസ് ഫ്രം ഗോൾ, അപ്പോൾ പല സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം നോർമൽ റൂട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ജാഫ്നയിലേക്കൊക്കെ ഇവിടുന്ന് ബസ്സൊക്കെ ഉണ്ട്. ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തുനിന്ന് നടന്ന് റൂമുള്ള ഭാഗത്തേക്ക് തിരികെയാണ്. ഇവിടെ ഇപ്പം നിലവിൽ നല്ല ചൂടാണ്. ഈ ശ്രീലങ്കയിൽ 9 പ്രൊവിൻസുകൾ ഉണ്ടല്ലോ. ഈ 9 ഭാഗത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെതറാണ്. ഇവിടെ ആയാലും ഇപ്പൊ കുറെ ഭാഗത്തൊക്കെ ഇങ്ങനെ ആകാശം മൂടപ്പെട്ട അന്തരീക്ഷമാണ്. അതുപോലെ തന്നെ നമ്മൾ 2 മിനിറ്റ് കുറച്ച് നടക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വേർത്ത് കുളിക്കും. റൂമൊക്കെ എടുക്കുമ്പോൾ AC ഒക്കെ എടുക്കേണ്ട ആവശ്യം വരും. പിന്നെ അതുപോലെ തന്നെ ഈ ഗോളിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അതായത് ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ വരുന്ന സ്ഥലമാണല്ലോ. റിസോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം അടിപൊളി സ്ഥലം തന്നെയാണ്. കാരണം ശ്രീലങ്കയിലെ താഴെ ഭാഗത്താണല്ലോ. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഗോളിലത്തെ ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഫുഡോ അല്ലെങ്കിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി ഷോപ്പുകളിലോ മറ്റു പോവാണെങ്കിൽ ഇവർക്ക് ഭാഷയായിട്ട് തമിഴ് അറിയില്ല, സിംഹള ഭാഷ മാത്രമേ അറിയുള്ളൂ. പിന്നെ അത്യാവശ്യം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഒരു അവസ്ഥയാണ്. അതായത് ഈ ഒരു നമ്മളെടുത്ത റൂമെടുത്ത പ്രോപ്പർട്ടി എടുത്ത ആൾക്കാർക്ക് ഇംഗ്ലീഷ് മാത്രമേ, അതായത് ഇംഗ്ലീഷും സിംഹളയും മാത്രമേ അറിയുള്ളൂ, അവർക്ക് തമിഴ് അറിയില്ല. അപ്പൊ നമ്മൾ ഈ തമിഴ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ വെള്ളമൊക്കെ വാങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഇപ്പം പൈസ കൊടുത്തിട്ട് ബാലൻസ് ഒക്കെ വാങ്ങുമ്പോൾ ഒന്നും അറിയില്ല, തമിഴ് എന്ന് പറഞ്ഞ സംഭവം അറിയില്ല. അപ്പൊ ഇനി അടുത്ത ദിവസം, അതായത് അടുത്ത ദിവസം എന്ന് പറയുന്നത് അടുത്ത വീഡിയോ ആണ്. ഇന്ന് ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു കുറച്ച് ദീർഘമായ യാത്ര തന്നെയാണ്. ശ്രീലങ്കയിലെ അൺറിസർവ്ഡ് ക്ലാസ്സിലാണ് യാത്ര. അതായത് റെയിൽവേ സ്റ്റേഷൻ നേരെ പോയിട്ട് ജനറൽ ടിക്കറ്റ് എടുത്തൊരു യാത്ര. അത് ഇങ്ങനെ യാത്ര ചെയ്തിട്ടില്ല, ദീർഘമായ യാത്ര. അപ്പോൾ എന്താ പറയാ, ഗാലിയുടെ നല്ല വ്യത്യസ്തമായ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പൊ നമുക്ക് മറ്റൊരു മെമ്മറീസ് ഉണ്ടെന്നിലേക്കും. ബൈ.